ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന വിവരം പറയാണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതുവരെ ആരും പറയാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് നിർബന്ധമായും കേൾക്കണം. ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് അയ്യപ്പ വിശ്വാസികളായ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പ്രിയനുമായി സംസാരിക്കാൻ പോകുന്നത്. ഓർക്കുന്നുണ്ടോ, കാലടി ആദിശങ്കര ക്ഷേത്രം, ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ ജന്മസ്ഥലമാണ് കാലടി. അവിടെ ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ അതിപുരാതനമായ, എന്നാൽ 1910 ശൃംഗേരി മഠത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മരതക ശിവലിംഗമുണ്ടായിരുന്നു. എത്ര കോടി രൂപയാണ് അതിൻ്റെ വിലയെന്നറിയില്ല. ചിലരൊക്കെ പറയുന്നു 1000 കോടി രൂപ വരെ വിലയുണ്ടാവും. അത് 12 കിലോഗ്രാം ഉണ്ടായിരുന്ന ഒരു ശിവലിംഗം, മരതകമാണ്. അതൊരു വെള്ളിപ്പീഠത്തിലാണ് ഉറപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മഭൂമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അവിടെ ചെന്നാൽ ഈ ശിവലിംഗം കാണാൻ കഴിയില്ല. കാരണം 2009 മാർച്ച് 28 രാത്രി എപ്പോഴോ അത് മോഷ്ടിക്കപ്പെട്ടു. പുലർച്ചെ 4:30 പൂജാരി ചെല്ലുമ്പോൾ നട തുറന്ന് കിടക്കുകയാണ്. ശിവലിംഗമില്ല, മരതക ശിവലിംഗമില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസമുണ്ട്. ഏതാണ്ട് 7 മരതക ശിവലിംഗങ്ങളാണ് ഉള്ളത്. ഇത് 7ഉം ഒരുമിച്ച് കൈവശം വന്നാൽ മരണമില്ലാത്ത അവസ്ഥ ഉണ്ടാകും എന്നൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇതിൻ്റെ വില ഓരോന്നിനും 100 കണക്കിന് കോടി രൂപ വിലയുണ്ട്. പക്ഷേ അതിൻ്റെ വിശ്വാസം അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റാണ്, അല്ലേ? ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവിൻ്റെ വിലയാണ്. പക്ഷേ വിശ്വാസപരമായി ആൻറ്റിക് വാല്യൂ ഒക്കെ കണക്ക് കൂട്ടുമ്പോൾ അതിന് 1000കണക്കിന് കോടി രൂപ വില വരുന്ന ഈ ശിവലിംഗം മോഷണം പോയി. 2009 മാർച്ച് 28 മിസ്സായി. പോലീസ് വന്നു. പെരിയാർ കുറുകെ കടന്നു വന്ന മോഷ്ടാക്കളാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. അവിടെ 7 പേരുടെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഇൻ്റലിജൻസ് DGP ആയിരിക്കുന്ന പ്രിയപ്പെട്ട എനിക്ക് അറിയാവുന്ന സൗഹൃദമുള്ള ആളാണ് പി വിജയൻ സാറാണ്. അന്ന് ആലുവ SP എന്നാണ് എൻ്റെ ഓർമ്മ. IG ആയിട്ടിരിക്കുന്നത് പിന്നീട് DGP ആയിട്ട് വിരമിച്ച ഹേമചന്ദ്രൻ സാറായിരുന്നു. എനിക്ക് വലിയ ആദരവുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹവും. അപ്പോൾ ഇവർ ആ കാലത്ത് വളരെ ദ്രുതഗതിയിൽ മികച്ച ഒരു ടീമിനെ ഉണ്ടാക്കി അന്വേഷണം നടന്നു. പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിട്ടും ഇന്നുവരെ ഈ മരതക ശിവലിംഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അമൂല്യമായ ആ മരതക ശിവലിംഗം കാണാൻ ഒരു മാർഗവുമില്ല. പ്രേക്ഷകരെ ആ ചിത്രം നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് നഷ്ടപ്പെട്ടു പോയ പവിത്രമായ, പരിപാവനമായ, അമൂല്യമായ, അത്ഭുതകരമായ സിദ്ധികളുണ്ടെന്ന് കരുതപ്പെടുന്ന ആ മരതക ശിവലിംഗം. അത് കഴിഞ്ഞു. ഇത് പോയത് മാർച്ചിൽ. ഇനി 2009 ഒക്ടോബർ, തമിഴ്നാട് ചെന്നൈ നഗരത്തിലൂടെ ഒരു ഓട്ടോറിക്ഷ പോവുകയാണ്. ഓട്ടോറിക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഈ ഗ്യാസ് സിലിണ്ടർ ആയിട്ട് ഓട്ടോറിക്ഷ പോകുന്നു. അവിടുത്തെ തമിഴ്നാട് പോലീസിൻ്റെ Q ബ്രാഞ്ചിന് വളരെ നിർണായകമായ ഒരു വിവരം കിട്ടുന്നു. അവർ ആ ഓട്ടോറിക്ഷ തടയുന്നു. ആ ഗ്യാസ് സിലിണ്ടർ പിടിച്ചെടുക്കുന്നു. സാധാരണ ഭാരത് ഗ്യാസിൻ്റെ ഒരു സിലിണ്ടർ. പക്ഷേ അവരത് കൊണ്ടുപോയി അത് കീറി മുറിക്കുമ്പോൾ അപ്പോൾ ഗ്യാസ് സിലിണ്ടർ കീറി മുറിക്കാമോ? പൊട്ടിത്തെറി ഉണ്ടാകത്തില്ലേ? അതിൽ ഗ്യാസ് ഉണ്ടായിരുന്നില്ല, സിലിണ്ടർ മാത്രമായിരുന്നു. അത് കീറി മുറിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകം മറ്റൊരറ. ആ അറയ്ക്കകത്ത് കറുത്ത ഇനാമൽ പെയിൻ്റൊക്കെ അടിച്ച് പൊതിഞ്ഞു വച്ചിരിക്കുന്നു ഒരു സംഗതി. തുറന്നു നോക്കിയപ്പോൾ മരതക ശിവലിംഗം. കാലടിയിലെ അല്ല. കാലടി നമുക്കറിയാം, ആചാര്യസ്വാമികളുടെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തർക്കമുണ്ട്. 2 സ്ഥലം പറയുന്നുണ്ട്. ഏതായാലും കാലടിയും അങ്ങനെ കരുത്. അവിടെ ശ്രീശങ്കര സ്തൂപമുണ്ട്. അവിടെയാണ് മുതലക്കടവ്. സ്വാമികളെ സന്യാസത്തിന് വിടാൻ അമ്മ വിസമ്മതിച്ചപ്പോൾ ആചാര്യസ്വാമികളെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ മുതല കാലിൽ കടിച്ചുവെന്നും ഞാൻ വിട്ടുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ മുതല വിട്ടു എന്ന് പറയുന്ന കടമൊക്കെ അവിടെയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ കാലടിയിൽ പോകണം. ഈ ശ്രീശങ്കര ജന്മഭൂമിയും ഈ മുതലക്കടവും ഒക്കെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചെന്നൈയിലെ ഓട്ടോറിക്ഷയിൽ നിന്ന് പിടിച്ച ഗ്യാസ് സിലിണ്ടർ തുറന്നപ്പോൾ ഒരു മരതക ശിവലിംഗം. അത് എവിടെയാണെന്നറിയോ? അത് പരിശോധിച്ചപ്പോൾ അത് തിരുത്തറൈപ്പോണ്ടി മരുന്തീശ്വരൻ കോവിലിലെ അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ട ശിവലിംഗമാണ്. അപ്പം 2ാമത്തെ ശിവലിംഗം കണ്ടുപിടിച്ചു, മരതക ശിവലിംഗം. അതിൻ്റെ വില മെറ്റീരിയൽ കോസ്റ്റ്
അതായത് അതുണ്ടാക്കിയിരിക്കുന്ന മരതകത്തിൻ്റെ വില മാത്രം അന്ന് അസസ് ചെയ്തത് 53 കോടി രൂപയാണ്. അപ്പോൾ നോക്കൂ, മാർച്ച് 28 കാലടിയിൽ നിന്ന് ഇവിടുത്തെ മരതക ശിവലിംഗം പോകുന്നു. ഒക്ടോബറിൽ പെരുന്തീശ്വരൻ, തിരുത്തുറൈപ്പൊണ്ടി മരുന്നീശ്വരൻ, വൈദ്യനാഥൻ, ശിവൻ്റെ ഒരു ഭാവമാണല്ലോ. നമ്മുടെ നാട്ടിലും വൈദ്യനാഥൻ ക്ഷേത്രമുണ്ട്. മരുന്നീശ്വരൻ കോവിലിലെ മരതക ശിവലിംഗം മോഷ്ടിക്കപ്പെടുന്നു, പിടിക്കപ്പെടുന്നു. കാലടിയിൽ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമോ എന്ന് ഭഗവാന് മാത്രമേ അറിയാവുള്ളൂ. കാരണം ആ അന്വേഷണ സംഘം പോലും ഇപ്പോൾ ഇല്ല. ഉണ്ടാവാം കടലാസിൽ, അന്വേഷണം എങ്ങും എത്തിയില്ല. അന്ന് കേരള പോലീസിലെ ഇപ്പോൾ വിജയൻ സാറിനെ പോലെയുള്ള, ഹേമചന്ദ്രൻ സാറിനെ പോലെയുള്ള വലിയ ക്രെഡൻഷ്യലുള്ള ഓഫീസർമാർ മേൽനോട്ടം വഹിച്ചതാണെങ്കിലും താഴെത്തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചൊക്കെ ചില അലിഗേഷൻസൊക്കെ അന്ന് വന്നിരുന്നു. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് പറയാനല്ല, അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 ശിവലിംഗം പോയല്ലോ. 7 ശിവലിംഗമാണ് ഭാരതത്തിലുള്ളതെന്ന് പറയുന്നു. അതിൽ ഭൂരിഭാഗവും ഉള്ളത് തമിഴ്നാട്ടിലാണ്. അറിയാമോ, 5 ശിവലിംഗങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ബാക്കി 2 ഇപ്പോൾ ബാക്കിയുള്ളൂ. ആ 2 എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് പുതിയ കള്ളന്മാർ അത് അന്വേഷിച്ച് പോകണ്ട. അപ്പോൾ ഇത് അന്വേഷിച്ച് പോയപ്പോൾ ഈ മരുന്തീശ്വരൻ കോവിലിലെ മരതക ശിവലിംഗം മോഷ്ടിച്ചത് സുഭാഷ് കപൂറാണ്. സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരുടെ സംഘമാണ് ഈ മരുന്തീശ്വരൻ കോവിലിലെ വിഗ്രഹം മോഷ്ടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പൊന്തി വന്നൊരു പേരാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ സഞ്ജീവനി അശോകൻ. നമ്മുടെ ഇന്നലത്തെ വീഡിയോ നമ്മളിത്തിരി വൈകിയാണ് അപ്ഡേറ്റ് ചെയ്തത്. സുഭാഷ് കപൂറിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ. അത് കാണാത്ത പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇന്ത്യ ലൈവിൻ്റെ പേജിൽ പോയിട്ട്, ഇന്ത്യ ലൈവിലേക്ക് പോയിട്ട് ആ വീഡിയോ കൂടെ കാണണം. എങ്കിലേ നിങ്ങളുടെ ഇപ്പോൾ പറയുന്ന ഈ വീഡിയോ പൂർണ്ണമാകത്തുള്ളൂ. കാരണം ഇന്നലെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വൈകിയതുകൊണ്ട് 15,000 പേരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഈ കിട്ടിയ ഇൻഫർമേഷൻ കുറച്ചുകൂടെ പൂർണ്ണമാകും. അതിൻ്റെ ഒരു അനക്ഷറാണ് സത്യത്തിൽ ഈ വീഡിയോ. അപ്പോൾ സഞ്ജീവനി അശോകൻ്റെ പേര് വന്നു. സഞ്ജീവനി അശോകൻ ടെറക്കോട്ടയിൽ ഉണ്ടാകുന്ന ശില്പങ്ങൾ വിൽക്കുന്ന ആളാണ്. ഇയാളുമായുള്ള പരിചയത്തിലൂടെയാണ് സുഭാഷ് കപൂർ വിഗ്രഹമോഷണത്തിലേക്ക് വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, അയാൾ 3 പുസ്തകങ്ങൾ വായിച്ചിട്ട് ചോളകാലത്ത് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ചോള സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ എവിടെയുണ്ടെന്ന് പഠിച്ചിട്ടാണ് മോഷണത്തിനിറങ്ങിയത്. ഈ മരുന്തീശ്വരൻ കോവിലിലെ വിഗ്രഹം മോഷ്ടിക്കാൻ വേണ്ടി ഇയാൾ പ്രാദേശിക കള്ളന്മാരെ ഉപയോഗിച്ചുവെന്നും അവർക്ക് 3 ലക്ഷം രൂപ വീതമാണ് പ്രതിഫലം കൊടുത്തുവെന്നും തമിഴ്നാട് പോലീസ് കണ്ടെത്തി. തമിഴ്നാട് പോലീസ് വിഗ്രഹമോഷണങ്ങൾ അന്വേഷിക്കുന്ന ഫയലുകൾ 46 പോലീസ് സ്റ്റേഷനുകളിലെ ഒരുമിച്ച് കത്തിപ്പോയ കഥ നമ്മൾ ഇന്നലത്തെ ആ വീഡിയോ പറയുന്നുണ്ട്. ഇതെന്താണ്, ആരെങ്കിലും സർക്കുലർ അയച്ച് കത്തിച്ചതാണോ? നമുക്കറിയാമല്ലോ, കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് വരുമ്പോൾ സെക്രട്ടേറിയറ്റ് തീ പിടിക്കുന്നു, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മിന്നലേൽക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തമിഴ്നാട്ടിലെ ഈ ഫയലുകളെല്ലാം കത്തിപ്പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാലടി ക്ഷേത്രത്തിലെ മരതക ശിവലിംഗം മോഷ്ടിച്ചതിന് പിന്നിൽ ആരായിരിക്കും? ഇനി നമുക്ക് മലയാളികൾക്ക് നമ്പർ 1 മലയാളം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അഭിമാനിക്കാവുന്നൊരു കാര്യം പറയാം. സഞ്ജീവനി അശോകൻ മലയാളിയാണ്, കേരളത്തിലെ ആളാണ്, തിരുവനന്തപുരം ജില്ലക്കാരെയാണ്, നമ്മുടെ പ്രിയൻ്റെ ജില്ല, സ്വന്തം ജില്ലയാണ്. അഭിമാനിക്കാൻ പ്രിയ. അപ്പോൾ രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിൻ്റെ തലവനായ സുഭാഷ് കപൂറിൻ്റെ വലങ്കൈ എന്ന് പറയാവുന്ന സഞ്ജീവനി അശോകൻ തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ അങ്ങനെ 1995 മുതൽ സുഭാഷ് കപൂറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. 2018 ഇയാളെ ജർമ്മനിയിൽ വെച്ച് 2018 എന്ന് പറയുമ്പോൾ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിഗ്രഹ കള്ളക്കടത്തുകാരനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ അയാൾ നിർബാധം മോഷ്ടിച്ചുകൊണ്ടിരുന്നു. ആ മോഷണത്തിന് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുമായി പറയുമ്പോൾ അതിന് ഒരു ഇറ്റലിയിലുള്ള ഒരു കുടുംബവുമായിട്ടുള്ള ചില ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് കൂടെ നമുക്ക് ചേർക്കാം. കാണാൻ കഴിയാത്തവർ അതിലേക്കൊന്ന് പോയി ഇതിൻ്റെ ആദ്യത്തെ കമൻറ്റ് നോക്കി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ശരി, ഇനിയിപ്പോൾ സുഭാഷ് കപൂർ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഇന്നലെ പറഞ്ഞു അയാൾക്ക് ജാമ്യം കിട്ടിയെന്നൊരു സംശയമുണ്ടെന്ന്. കാരണം അയാൾക്ക് 10 വർഷത്തെ തടവ് വിധിച്ചു. അത് കഴിഞ്ഞിട്ട് 10 ലക്ഷം രൂപയോ മറ്റോ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിരുന്നു. അയാൾ ഫൈൻ അടച്ചിട്ടില്ലായിരുന്നു. ഫൈൻ അടയ്ക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. കോടീശ്വരനാണ്, അമേരിക്കൻ പൗരനാണ്. ഇയാളും ഭാര്യയും കൂടെ അമേരിക്ക ഇവിടുന്ന് പോയിട്ട് ചെറിയ തോതിൽ ഈ ആൻറ്റിക് സാധനങ്ങളൊക്കെ തുടങ്ങുന്ന അച്ഛന് ഈ ഭദ്രാവതി കച്ചവടം ഉണ്ടായിരുന്നു. അതായത് ആക്രി സാധനങ്ങൾ വിൽക്കുന്നത്. അത് പിന്നെ മകനായി
മകനത് ഏറ്റെടുത്തു. പിന്നീട് അയാൾ അമേരിക്കയ്ക്ക് പോയി. അമേരിക്കയിൽ ഇയാളും ഭാര്യയും കൂടെ ഇത്തരം ക്യൂരിയോസ് കൗതുക വസ്തുക്കൾ, ആൻറ്റിക് വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പ് തുടങ്ങി. അങ്ങനെ വലിയ കോടീശ്വരനായി. അതായത് കണക്കെന്ന് പറയുന്നത് ഇയാൾ ഏതാണ്ട് 9,000 കോടി രൂപയുടെ വിഗ്രഹങ്ങൾ 9,000 crores ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ, അമേരിക്ക, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൗരാണികമായ അമൂല്യ വസ്തുക്കളൊക്കെ അവിടുത്തെ സർക്കാർ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ വിഗ്രഹമായിട്ടാണ് വന്നത്, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തിരിച്ചേൽപ്പിച്ചു. മോദി വന്നതിന് ശേഷമാണ് ഇതെല്ലാം വീണ്ടെടുക്കാനുള്ള ശ്രമം നടന്നത്. സോണിയാഗാന്ധിയുടെ സഹോദരി അനുഷ്ക മൈനോയുടെ 2 ഷോപ്പുകളുണ്ട്. അതിലൊന്നിൻ്റെ പേര് ഗൺപത് എന്നാണ്. അതും നമ്മൾ ഇന്നലെ പറഞ്ഞു. പഴയ വീഡിയോ കാണണം എന്ന് പറയാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അയാൾ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസിൻ്റെ വെബ്സൈറ്റിലാണ് ഇത് പറയുന്നത്. ഇതാര് പറഞ്ഞു 9,000 കോടി എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ ഇരുന്ന് ഇന്ത്യ ലെവലിൽ വന്നത് തള്ളുകയാണ്. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്, അമേരിക്ക പറയുന്നുണ്ട്, ഇയാൾ 9,000 കോടിയുടെ വിഗ്രഹങ്ങൾ ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചു വിറ്റയാളാണ്. അവിടെ അയാൾക്കെതിരെ കേസുണ്ട്. അയാളെ വിട്ട് കിട്ടണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക ഇന്ത്യ സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്നതുകൊണ്ട്, ഇവിടുത്തെ ജയിൽ ശിക്ഷ പൂർത്തിയാവാത്തതുകൊണ്ട് നമ്മൾ അയാളെ, സുഭാഷ് കപൂറിനെ, അമേരിക്ക കൈമാറാതിരിക്കുകയാണ്. ഇനി തീർന്നില്ല. ഇനി എങ്ങനെയാണ് ഈ വിഭജന കാലത്ത് ആണ് ഇയാൾ പഴയ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിൽ പഴയ ഇന്ത്യയിലുണ്ടായിരുന്നു, അവിടെ നിന്ന് ജലന്ധറിൽ വന്നു. അവിടെ നിന്നാണ് ഇയാളുടെ അച്ഛൻ ഈ ആൻറ്റിക് പുരാവസ്തുക്കളുടെ കച്ചവടം ആരംഭിക്കുന്നത്. പിന്നീട് US ചെന്നു, നേരത്തെ പറഞ്ഞ പോലെ. അതിനിടയ്ക്ക് പ്രധാനമായ ഒരു കാര്യം, നമ്മൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ ഒരു വിഗ്രഹം തിരിച്ചു കൊടുത്തു. അത് $5 ബില്യൺ 5 ദശലക്ഷം കണക്ക്, ബില്യനും മാറിപ്പോണ്ട്, $5 ദശലക്ഷം ഓസ്ട്രേലിയയിൽ ഈ വിഗ്രഹം വിറ്റത്. അതാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ വന്നപ്പോൾ കൈമാറിയത്, ആ സൗഹൃദം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് ഇയാൾ കുടുങ്ങിയത് എന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഇയാൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു, ഗ്രേസ് പുനുസ്വാമി. ഗ്രേസ് പുനുസ്വാമി ഒരു ചൈനീസ് വംശജയാണ്. ഗ്രേസ് പുനുസ്വാമി ആയിരുന്നു ഈ സുഭാഷ് കപൂറിൻ്റെ കാമുകി. അപ്പോൾ ഭാര്യയൊക്കെ ഉണ്ട്, നല്ലൊരു കാമുകിയും വേണമല്ലോ. ഭാര്യ ഉണ്ടെങ്കിൽ ഒരു കാമുകിയും കൂടെ ഉണ്ടാകുന്നത് ഒരു ആഡംബരമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാമുകി ചൈനീസ് വംശജയായ ഗ്രേസ് പുനുസ്വാമിയായിട്ട് അവർക്ക് അടുപ്പമുണ്ടായിരുന്നു. ഇയാളുടെ എല്ലാ ഡീലിങ്സുകളും, ഏത് ഡീലിങ്സാണ്? വിഗ്രഹ കൊള്ള കച്ചവടം. ലോക്കൽ തസ്കരന്മാരെ ഏൽപ്പിക്കുന്നു, അവർ വഴി കൊള്ളയടിക്കുന്നു. എവിടെ ടാർഗറ്റ് ചെയ്യണമെന്ന് ഇയാൾ സുഭാഷ് കപൂർ പറയുന്നു. അവിടെ പോയി പ്രാദേശിക കള്ളന്മാരെ ഉപയോഗിച്ച്, പ്രാദേശിക കള്ളന്മാരിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ വരും, മുരാരി ബാബുമാർ വരും, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ വരും. അതിന് മുകളിലുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടോ എന്നറിയില്ല. അന്വേഷണം ആ വഴിക്ക് പോയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. വാസുമാരും പത്മകുമാറുമാരും ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അവരെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സർവ്വ ഡാറ്റയും ഈ ഗ്രേസ് പുനുസ്വാമിയുടെ കയ്യിലുണ്ടായിരുന്നു. ഗ്രേസ് പുനുസ്വാമിയായിട്ടിരിക്കുമ്പോൾ ഇയാൾ മറ്റൊരു സ്ത്രീയെ കണ്ടു, അവരോട് പ്രണയമായി. ഗ്രേസ് പുനുസ്വാമിയായിട്ട് തെറ്റി. ഇവരുടെ പക്കലുണ്ടായിരുന്ന ഒരു കസ്റ്റോഡിയനായിരുന്നു, പക്കലുണ്ടായിരുന്ന ചില അമൂല്യ വസ്തുക്കൾ സുഭാഷ് കപൂർ തിരിച്ചു വാങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ഗ്രേസ് പുനുസ്വാമി അമേരിക്കയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അമേരിക്ക സുഭാഷ് കപൂറിനെ പിടിക്കുന്നത്. അതാണ് കഥ. ഇത്രയും ഒരു കഥ വെച്ചിട്ട് നമ്മൾ ഹൈക്കോടതി മിനിഞ്ഞാന്ന് പറഞ്ഞ കാര്യം എടുക്കണം. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘമായ സുഭാഷ് കപൂറിൻ്റെ രീതിയിലാണ്, സുഭാഷ് കപൂർ നടത്തിയ രീതിയിലാണ് ശബരിമലയിലെ വിഗ്രഹ മോഷണം അല്ലെങ്കിൽ സ്വർണ്ണ മോഷണം, ദ്വാരപാലക ശില്പങ്ങളുടെ മോഷണം എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അതെ, ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഇവിടെ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളല്ല തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അത് പുറത്ത് കൊണ്ടുപോയി ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാനെന്നതായി, സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശാൻ എന്നുള്ള കഥ ഉണ്ടാക്കിയതാണ് ഇവർ. എന്ന വ്യാജേന കൊണ്ടുപോയിട്ട് 39 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയത്. അതുകൊണ്ട് ഇത് ബോംബെ വഴി ബാംഗ്ലൂർ വഴിയൊക്കെ കറങ്ങി വന്നത്. അതിനിടയ്ക്ക് ഇതിൻ്റെ സമാനമായ മോൾഡ് ഉണ്ടാക്കിയിട്ട് വേറെ ദ്വാരപാലക ശില്പങ്ങളാണ് ശബരിമലയിൽ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവർ പല പ്രാവശ്യം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, വാതിലിൻ്റെ അളവെടുത്തു, പീഠങ്ങളുടെ അളവെടുത്തു. എന്തിനാണ് നിരന്തരം അളവെടുക്കുന്നത്? പലതവണ അളവെടുത്തു. ഉറപ്പാണ് പുറത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് ഇത് മാറ്റി വേറെ സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. ശബരിമലയെ എന്തെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ശബരിമല തീവയ്പ്പ്, വിഗ്രഹം തകർത്തു, അന്ന് ശില കൊണ്ടുള്ള വിഗ്രഹമായിരുന്നു എന്ന് പറയുന്നു. ശരി, അത് മാറ്റിയിട്ട് പുതിയ വിഗ്രഹം ഉണ്ടാക്കി. ശരി, പക്ഷേ ചരിത്രത്തിൽ പറയുന്നു, ഇതിഹാസങ്ങളിൽ പറയുന്നു, ഐതിഹ്യത്തിൽ പറയുന്നു,
പണ്ട് കാലത്ത് ശബരിമലയ്ക്ക് പോയ ആളുകൾ പറയുന്നു, ഇതിഹാസത്തിൽ പറയുന്നു ചോദിച്ചാൽ ഏത് ഇതിഹാസത്തിലും ചോദിക്കും, അതുകൊണ്ട് അത് ഞാൻ പിൻവലിച്ചു. ഐതിഹ്യങ്ങളിൽ പറയുന്നു, പഴയ കാലത്ത് പോയ ആളുകൾ പറയുന്നു ശബരിമലയിലെ ആദി വിഗ്രഹം, ശാസ്താവിൻ്റെ വിഗ്രഹം, പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ വിലയം പ്രാപിച്ച വിഗ്രഹം, അത് നവപാഷാണം കൊണ്ടുണ്ടാക്കിയതാണ്. ആ വിഗ്രഹം അവിടെ പോയി. ഇനിയിപ്പോൾ ഇന്ന് അവിടെ ഇരിക്കുന്നത് ചില സംശയിക്കുന്നുണ്ട്, ഇത്രയും സാധനമൊക്കെ മാറ്റിയാൽ അവിടെ ഇരിക്കുന്ന വിഗ്രഹം ഒറിജിനലാണോ എന്നുള്ള ആശങ്ക ഭക്തർക്കിടയിലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വെക്കുന്നത് ശബരിമലയിലെ വിഗ്രഹക്കൊള്ള എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കേവലം ഉണ്ണികൃഷ്ണൻ പൊറ്റി, മുരാരി ബാബു, പത്മകുമാർ, വാസു, മുകളിലേക്ക് ആരുടെയൊക്കെ പേര് പറയണമെന്ന് എനിക്കറിയില്ല, ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു ചെറിയ കേസല്ല. ശബരിമലയിലെ ചില ഡ്യൂട്ടിക്ക് നിയമിക്കുന്ന ചില ഓഫീസർമാരുണ്ട്. മോഷണക്കേസിൽ പ്രതിയായ ഒരാളെ, ഒരു എസ് ഐ മറ്റൊരാളെ ഇപ്പോൾ ശബരിമലയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ബീഹാർ ഇലക്ഷന് പോയിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിരുന്ന അയാളെ അടിയന്തരമായി തിരിച്ചു വിളിച്ച് ശബരിമലയിൽ പോസ്റ്റ് ചെയ്തിരിക്കുക. പേരെനിക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരുടെ കൊള്ളയ്ക്കെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആൾ. പേരെനിക്കറിയാം, ഡീറ്റെയിൽസ് അറിയാം. അതാ ഞാൻ പറഞ്ഞ ബീഹാർ ഇലക്ഷന് പോയിരുന്ന ഒരാളെ അടിയന്തരമായി തിരിച്ചു വിളിച്ച് ശബരിമലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസറെ. അയാൾക്കെതിരെ മുമ്പ് സർവീസിലിരുന്നപ്പോൾ ഗുരുതരമായ ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, തട്ടിപ്പുൾപ്പെടെയുള്ള കേസിലെ പ്രതിയായ ആളെ ശബരിമലയിലെ ചില പ്രത്യേക ചുമതല പോലീസിൽ ഏൽപ്പിക്കുന്നു. അയാളിപ്പോൾ വീണ്ടും സന്നിധാനത്ത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇനി അങ്ങനെയല്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസ്, പേര്, അയാൾ ഏത് പോലീസിൻ്റെ ഏത് ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നു, അയാളുടെ പോലീസ് ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മളൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ശബരിമലയിൽ നടക്കുന്നത് വെറും കൊള്ളയൊന്നുമല്ല സാർ. 5-6 കോടി രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, അങ്ങനെ 2-3 പേർ ചേർന്ന് നടത്തിയത്. ഇത് ദേവസ്വം ബോർഡിലെ സകലരും, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രശാന്തിന് ഒരു പങ്കുമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു കീഴ്വഴക്കം പോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ ആലോചിക്കണം, നമ്മൾ വിദ്യാസാഗർ ഗുരുമൂർത്തിയായുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, അതായത് കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം മാത്രമാണല്ലോ പിന്നോക്കക്കാർക്ക്, ദളിതർക്ക് ഒക്കെ ക്ഷേത്രത്തിൽ കയറാൻ അവകാശം ഉണ്ടായത്. അന്നും അത് വരുന്നതിന് മുമ്പും ശബരിമലയിൽ എല്ലാവർക്കും കയറായിരുന്നു. നായരും ഈഴവനും പുലയനും പറയനുമെല്ലാം മല കയറി വിയർത്തൊലിച്ച് ദേഹത്തോട് ദേഹം ചേർന്ന് നിന്ന് അയ്യപ്പനെ വണങ്ങിയിട്ടുണ്ട്. അവിടെ ജാതിയില്ലായിരുന്നു, അയിത്തമില്ലായിരുന്നു. അങ്ങനെ അദ്വൈതത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ മാത്രമല്ല, ഹിന്ദു ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ കൂടിയാണ് ശബരിമല. അതിനെ തകർക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരുപാട് കമ്മ്യൂണിസത്തിൻ്റെ അജണ്ടയാണ്, ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയാണ്, ഇവാഞ്ചലിസ്റ്റുകളുടെ അജണ്ടയാണ്. ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ടാർഗറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമാണ് ശബരിമലയിൽ നടക്കുന്നത്. ഇത് കേവലം ശബരിമലയുടെ മാത്രം പ്രശ്നമല്ല. നിങ്ങൾ ധർമ്മസ്ഥലയിൽ കണ്ടു. ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്തു? എന്നിട്ട് ധർമ്മസ്ഥലയിലെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പോൾ എന്തായി ധർമ്മസ്ഥലയിലെ കേസ് എന്തായി? ഒരു മാധ്യമം പറയുന്നില്ല. എത്ര ടൺ പേപ്പർ ചിലവഴിച്ചു, എത്ര ടൈം സ്ലോട്ട് ചിലവഴിച്ചു, അല്ലേ? ചാനലുകൾ എത്ര സമയം ഉപയോഗിച്ച് ആ മഞ്ജുനാഥ ക്ഷേത്രം എന്നുള്ള ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തി. എന്നിട്ട് ഇപ്പോൾ എന്ത്? മഞ്ജുനാഥ ക്ഷേത്രത്തെക്കുറിച്ച്, ധർമ്മസ്ഥലയെക്കുറിച്ച് ഉയർന്ന ആക്ഷേപങ്ങളുടെ, പരാതിയുടെ, അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആരെങ്കിലും പറയുന്നുണ്ടോ? വാർത്തയാണ്. അവിടുത്തെ ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തോ? നമ്മളെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ് ചെയ്യുന്ന വീഡിയോകളിലൊന്ന് ധർമ്മസ്ഥല കേസിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ്. അപ്പോൾ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ, വിശ്വാസങ്ങളൊക്കെ തകർക്കാൻ നടക്കുന്ന ആസൂത്രിതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇത്. ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരുണ്ട്, ശ്രീപത്മനാഭൻ്റെ അടുത്തുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളെയും തകർക്കും, എല്ലാ മൂർത്തികളെയും നശിപ്പിക്കും, എല്ലാ മൂർത്തികളുടെയും ശക്തി, ചൈതന്യം നശിപ്പിക്കും. ഹിന്ദുവിനെ അനാഥമായി കടലെടുത്തു പോകുന്ന ഒരു സമൂഹമായി മാറ്റാനുള്ള വലിയ ഗൂഢാലോചനയുടെ കൂടി ഫലമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ തിരിച്ചറിയണം.